السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على رسول الله. أما بعد فاتقوا الله عباد الله. وعن عقبة بن عامر رضي الله عنه قال: ثلاث ساعات كان رسول الله صلى الله عليه وسلم ينهانا أن نصلي فيهن أو نقبر موتانا فيهن: حين تطلع الشمس، وحين قائما يقوم، وحين تغرب الشمس. റവാഹു മുസ്ലിം. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അള്ളാഹു അനുവദിച്ച നമ്മുടെ ആയുസ് എവിടം വരെയാണോ ജീവിക്കുന്നത് അവിടം വരെ തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യം, സലാസുൽ, മൂന്ന് സമയങ്ങളിൽ നിസ്കരിക്കാനും പാടില്ല, മയ്യത്ത് ഖബറടക്കാനും പാടില്ല. സലാസുൽ സാആത്തുൻ, മൂന്ന് സമയങ്ങൾ നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരൊറ്റ നിസ്കാരം പാടില്ല, തഹിയ്യത്ത് പോലും പാടില്ല എന്നാ പണ്ഡിതന്മാർ പഠിപ്പിക്കണം. നഹൈന അൻ നുസല്ലി ഫീഹിന്ന ഔ നഖ്ബറ ഫീഹിന്ന മൗതാൻ. ആ മൂന്ന് സമയങ്ങളിൽ നിങ്ങൾ ഖബറടക്കരുത്, മയ്യത്ത് മറമാടാൻ പാടില്ല. അതിലൊന്നാമത്തെ സമയം ഹീന തത്ലുഉ ശംസ്, സൂര്യൻ ഉദിക്കുന്ന സമയം. ഉദിച്ചു കഴിഞ്ഞാലാണ് ഇശ്റാഖ്. ഉദയം 6:07 ഇശ്റാഖ് നിസ്കരിക്കേണ്ടത് 6:10 ശേഷം നിസ്കരിക്കാൻ പാടുള്ളൂ. ഇനി ഒരാള് സുബഹി നിസ്കരിച്ചില്ല എന്ന് വിചാരിക്കുക, അയാൾ കയറി വന്നു, ഉദയത്തിന്റെ സമയം 6:07 ആണെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല, മാറി നിൽക്കണം, 6:10 കഴിയണം. ആ സമയത്ത് ഖബറടക്കാനും പാടില്ല. വഹീന യഖൂമു ഖായിമൻ, രണ്ടാമത്തെ സമയം സൂര്യൻ നേരെ മധ്യത്തിൽ വരുമ്പോ നിസ്കാരമില്ല. മധ്യത്തിൽ തെറ്റിയതിനു ശേഷമാണ് ലോഹർ. 12 മണി സമയമുണ്ടല്ലോ, ഇല്ല, അത് അവിടെ നിന്ന് മാറണം. ആ നേരെ മധ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷമാണ്. ഒരാൾ 12 മണിക്കാണ് പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ തഹീത്ത് നിസ്കരിക്കരുത്, മാറി നിൽക്കണം, ഒരു 12:05 ആവണം. ദുഹറിന്റെ സമയം അങ്ങനെയാണല്ലോ. ആ സമയത്ത് മയ്യത്ത് മറമാടാനും പാടില്ല, പ്രവാചകന്റെ നിർദ്ദേശമാണ്. മൂന്നാമത്തെ സമയം വഹീന തഗ്റുബു ശംസ്, സൂര്യൻ അസ്തമിക്കുന്ന സമയം. മഗ്രിബ് എപ്പോഴാണ്? അസ്തമയ ശോഭ മാറിയതിനു ശേഷമാ. ഭാഗ്യന്റെ സമയം കൊടുത്തിരിക്കുന്ന അസ്തമിക്കുന്ന സമയമല്ല, അസ്തമയ ശോഭ മറഞ്ഞതിന് ശേഷമാണ് മഗ്രിബിന്റെ സമയം. അതുകൊണ്ടാണ് നമ്മൾ പറയണത്, ബാങ്ക് വിളിച്ചാൽ ഉടനെ നോമ്പ് തുറക്കണം. ആ അസ്തമയ ശോഭയുടെ മഞ്ഞ നിറമാകുമ്പോഴേ ഇശായായി. ഇത്ര സുന്ദരമാണ് ഇസ്ലാമിന്റെ ഓരോ സമയ നിർമ്മിതങ്ങള്. ശാസ്ത്രീയമാണ് അതൊക്കെ, നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. സുന്ദരമായിട്ടാണ് ഓരോ ടൈമുകൾ നിശ്ചയിച്ചിരിക്കുന്നത്, ഇബാദത്തിന്റെ സമയങ്ങള്. അതുപോലെ പെരുന്നാളിന്റെ നിലാവ് കാണണം. നോക്കിക്കേ, ഇത് ആധുനിക ലോകമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിലാവ് കാണണം, പ്രതീക്ഷിക്കണം നമ്മള്. അപ്പൊ ഇസ്ലാം ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൂന്ന് സമയങ്ങളിൽ ഖബറടക്കം പാടില്ല എന്നത് പ്രവാചകൻ പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ മാനദണ്ഡമാണ്. ഇത് പാലിക്കണം. അതിൽ ഒരുപാട് കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മള് 11:30 മണിക്ക് മയ്യത്ത് നിസ്കാരം പറയും, ശ്രദ്ധിക്കണം. അങ്ങനെ 11:40 പള്ളിയിലേക്ക് എത്തി,
നിസ്കാരം കഴിഞ്ഞ് 12 അടക്കരുത്. ശ്രദ്ധിക്കപ്പെടാത്ത വിഷയമാണ്. മറ്റു ടൈമിലൊന്നും ആ സമയത്ത് മൈത്ത് നിസ്കാരം രാവിലെ ഉദിക്കുന്ന സമയത്ത് അസ്തമയത്തിനൊക്കെ കാണില്ല. പക്ഷെ 12 മണി പലപ്പോഴും ആകാറുണ്ട്. ശ്രദ്ധിക്കണം. ഇമാമികൾ പറയണം 12:05 ആവട്ടെ, ഇല്ല 12:10 ആവട്ടെ, അല്ലെങ്കിൽ സമയം നിശ്ചയിക്കുമ്പോൾ പറയണം 11:30 അടക്കണം കേട്ടോ. അതൊക്കെ ഇസ്ലാമിന്റെ മൂല്യങ്ങളാണ്. അതൊക്കെ പഠിച്ചാൽ മനസ്സിലാകും. അപ്പൊ ഈ 3 സമയങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? ആ ടൈം സൂര്യ ആരാധകരുടെ, തീ ആരാധകരുടെ സമയമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനോട് യോജിക്കാൻ പാടില്ല. നമ്മുടെ ഒരു വിശ്വാസങ്ങളും നമ്മുടെ ഒരു ആചാരങ്ങളും നമ്മുടെ ഒരു അനുഷ്ഠാനങ്ങളും മറ്റുള്ളവരുമായി യോജിക്കാൻ പാടില്ല. അതെന്താ കാരണം? അവർക്ക് ഖുർആനില്ല, നമുക്ക് ഖുർആൻ ഉണ്ട്. അതാ കാരണം, വേറെ കാരണമൊന്നുമില്ല. ദൈവീകമായ ഗ്രന്ഥത്തിന്റെ ആളുകളാണ് നമ്മൾ. അപ്പൊ നമ്മുടെ ആചാരങ്ങൾ കടമെടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയണത് പെരുന്നാളായാൽ പോലും പടക്കം പൊട്ടിക്കരുത്. അതെന്താ? നമ്മുടെ ആചാരമല്ല. നമ്മുടെ ആചാരം എന്താ? നാവ് കൊണ്ട് പടക്കം പൊട്ടിക്കണം. അല്ലാഹു അക്ബർ. അതാണ് ഇസ്ലാം. അവ ഇസ്ലാമിലേക്ക് മടങ്ങുക. പ്രവാചകൻ പറഞ്ഞ ഈ 3 സമയങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമർ റഹീമായ റബ്ബേ, മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ധാരാളമുണ്ട്. പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെയും ഭാര്യ സന്താനങ്ങളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാം കണ്ണിന് കുളിർമയുള്ളവരാക്കണേ റഹ്മാനെ. പടച്ചവൻ, ഞങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിൽ, ജോലിയിൽ, ഉപജീവന മാർഗത്തിൽ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. പടച്ചവനെ, നിന്റെ റഹ്മത്തായ മഴ ഞങ്ങൾക്ക് നീ ലഭ്യമാക്കണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته.